ഹായ് ഓൾ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മൂന്നാമത്തെ നോമ്പിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ എഡിറ്റ് ചെയ്യാനും ഇതാക്കാനൊക്കെ പണിയും തിരക്കൊക്കെ ആയതുകൊണ്ട് ലേറ്റായി. പിന്നെ രാവിലെ തന്നെ ഒരു 8 മണിയാകുമ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ഓർഡറുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ തലേന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്ത് തീർക്കണം. അപ്പം പഴം കുറച്ചധികം പഴുത്തതായതുകൊണ്ട് അത് ആവിയിൽ വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ അടിയിൽ മുട്ടയും കൂടി ഇട്ടാൽ രണ്ടും കൂടി ഒരുമിച്ചാവുമല്ലോ. പിന്നെ ഇത് മുട്ട മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഉപ്പൊക്കെ ചേർത്തിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ പഴമൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അടിയിൽ മുട്ടയും വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ നിന്നൊന്ന് കോരി മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിൽ രണ്ടാമത്തെ ട്രിപ്പ് കൂടിയിട്ട് ഇടാനുണ്ട്, ഒരിക്കലും കൂടി ഇടാനുണ്ടത്. പിന്നെ നമുക്കും മുട്ട ബോക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമുക്ക് നോമ്പ് പൊരിക്കാനോ, അപ്പോൾ അതിനു വേണ്ടി ആദ്യം മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അത് ഞാൻ എന്നിട്ടും ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. വീട്ടിൽ എല്ലാവരും കഴിച്ചെന്നല്ലാണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പഴം ഒന്ന് ഉടച്ചെടുക്കണം. വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, അതിന് നമ്മുടെ എഗ് ബോക്സ് ഉണ്ടാക്കിയാൽ അതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറയുന്നു അത് ചൂടോടെ ആണെങ്കിൽ നല്ല ക്രിസ്പിനെസ് ഉണ്ടാകും. കുറച്ച് ടൈമിലേക്ക് ഉണ്ടാകും, കുറച്ചധികം ടൈമിലേക്ക് വരുമ്പോൾ അത് സോഫ്റ്റ് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അതിന് റീപ്ലൈ കിട്ടുന്നതല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിലേക്ക് മെസ്സേജ് അയക്കാതിരിക്കുക. കോൾ ചെയ്താൽ കോൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. പിന്നെ മെസ്സേജ് ഒന്നും നോക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ആ ഫോൺ അങ്ങനെ യൂസ് ആക്കലില്ല. അതുകൊണ്ടാണ് കോൾ വന്നാൽ കോൾ എടുക്കും. അങ്ങനെ ഇതാ അതിൻ്റെ ഇടയിൽ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ പണി ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ ഓരോ സ്ഥലവും ക്ലീനിങ് ആക്കും. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മളെ മുട്ടയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, അതിന് ഉമ്മയില്ലേ, ഉമ്മാനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ, ഉമ്മാൻ്റെ വിശേഷങ്ങളൊന്നും പറയുന്നില്ലല്ലോ. ഉമ്മാൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എനിക്ക് എത്ര വർഷം പറഞ്ഞാലും ഉമ്മാൻ്റെ വിശേഷങ്ങൾ തീരൂല. പിന്നെ അതേപോലെ തന്നെ ഉമ്മാനെ കാണുകയാണെങ്കിൽ, ഇനി ഒരിക്കൽ കൂടി കാണുകയാണെങ്കിൽ അതും ഉമ്മാനോട് ഒരുപാട് വിശേഷങ്ങൾ എനിക്കും പറയാനുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെയാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടും ഇതാക്കിക്കൊണ്ടിരിക്കൽ ഞാനും ഉമ്മാവും. പിന്നെ അതേപോലെ തന്നെ ഉമ്മ പോകുന്ന ആ ഒരു ദിവസം ഒരുപാട് ഓർമ്മകൾ തന്നിട്ടാണ് ഉമ്മ ആ ദിവസം പോയതും. പിന്നെ എന്ത് പറയണ്ട്, ഉമ്മ ഇതേ മാസം ഫെബ്രുവരി 9-ാം തീയതി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് പോയി. പെട്ടെന്നായിരുന്നു. പിന്നെ നമുക്ക് വേണ്ട അടുക്കളയിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി തന്നിട്ടാണ് നമ്മളെ വിട്ടു പോയത്. ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വാക്കുകൾ ഇടറുന്നുണ്ട്. ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷേ വാക്കുകൾ കിട്ടുന്നില്ല. ഈ പുണ്യമാക്കപ്പെട്ട റമളാനിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ഉമ്മാൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉമ്മാൻ്റെ കൂടെ ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ദുആയിൽ എപ്പോഴും ഞങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ദുആ വസിയത്ത് ചെയ്യുന്നു. പിന്നെ വന്നൊരു ക്വസ്റ്റ്യനാണ്, എനിക്ക് എത്ര മക്കളാണുള്ളതെന്ന്. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരു മോനും ഒരു മോളുമാണുള്ളത്. മോന് ഹുദവിക്ക് 8-ാം വർഷം പഠിക്കുന്നു, മോള് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാതെ യൂട്യൂബിലെ വീഡിയോൻ്റെ അടിയിൽ ഇട്ടാൽ മതി. ഞാൻ അതിന് റീപ്ലൈ തരുന്നതാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിന് റീപ്ലൈ തരുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പിൽ തന്നെ ഞാൻ നോക്കാറില്ല. അതിനൊന്നും ടൈം കിട്ടാത്തതുകൊണ്ടാണ്. ഒന്നും വിചാരിക്കുന്നുണ്ട്, അഹംഭാവമല്ല, ഒന്നുമല്ല, തിരക്കായതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മുട്ട ബോക്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 50 കരിയപ്പം കൂടി ഉണ്ടാക്കാനുണ്ട്. തലേന്ന് 150 വേണം. തലേന്ന് 100 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഒരു 50 കൂടി അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ അനിയത്തി ഹാഫ് മൂൺ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് എഗ് ബോക്സ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടിൽ ഇത് ഇടാൻ പാടില്ല കേട്ടോ. ആദ്യം ഇടുമ്പോൾ എണ്ണ ഒന്ന് പാകത്തിനൊന്ന് ചൂടായി കിട്ടിയിട്ട് അതിലേക്ക് ഇട്ടാൽ മതി. പിന്നെ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ടൈം എടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഒരുപാട് തീയിലങ്ങ് പൊരിച്ചെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ അങ്ങനെ അതൊക്കെ എഗ് ബോക്സൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ സമൂസയാണ്, അതും ഫ്രൈ ചെയ്തിട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഇത് രണ്ടും ഒരാളതാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഉച്ചയ്ക്ക് 2 മണി നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ എടുക്കാൻ വരുമ്പോൾ ഒരു ഏകദേശം 2:30 മണിയായിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ആക്കിയിട്ട് വേഗം ഒന്ന് പാക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുത്തേക്കണം. അതൊന്ന് കാലിക്കടവിലേക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അവരവിടത്തേക്ക് വരും എന്ന് പറഞ്ഞതാണ്. അങ്ങനെ അതും വേഗം ഒന്ന് റെഡിയാക്കുന്നു. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ താഴെ ഹാർട്ട് കമൻറ്റ് ചെയ്യുക.
പിന്നെ ഇതാ അങ്ങനെ നമ്മുടെ മുട്ട ബോക്സും സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് വേഗം ബോക്സിലാക്കിയിട്ട് കൊടുത്തയക്കുന്നുണ്ട് കാലിക്കടയിലേക്ക്. അപ്പോൾ ഇതാ അതൊന്ന് വേഗം റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഉച്ചവരെ പണിയെടുക്കാൻ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഉച്ചക്ക് ഒരു മണി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആദ്യം വ്യാദ്യം, പിന്നെ സമയമൊന്നും പിടിച്ചാൽ കിട്ടൂല. ഭയങ്കര ഓട്ടമായിരിക്കും സമയത്തിനൊക്കെ. എന്താ വെച്ചാൽ പിന്നെ ആയിരിക്കും സാധനം കിട്ടാനുള്ളവരൊക്കെ കോള് വരാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒരുമാതിരി വെപ്രാളമാണ്. അത് അവർക്കാകോ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു മാതിരി വെപ്രാളം, ഭയങ്കര ടെൻഷനാണ് പിന്നത്തെ സമയമെല്ലാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഉടച്ചു വെച്ച കായില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള മുട്ടപ്പണ്ട ഉണ്ടാക്കിയെന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ ഹാഫ് മൂൺ 50 എണ്ണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊരു ടീം. അപ്പോൾ അവർ പറഞ്ഞു ഫ്രൈ ചെയ്തിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് വീണ്ടും എണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് ഉള്ളിൽ തന്നെ. അങ്ങനെ അതും വേഗം അവർക്ക് ഫ്രൈ ചെയ്തിട്ട് അത് ബോക്സ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറൊരു ടീം വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്താക്കി വേഗം അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് വേഗം അടുത്താക്ക് ബോക്സ് ആക്കിയിട്ട് അവരെ പറഞ്ഞു വിട്ടു. ഓരോരുത്തരെയും പറഞ്ഞു വിടുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സമാധാനം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവർക്കും കൊടുത്തു കയറ്റി ഒരു ദീർഘശ്വാസം വലിക്കാനുണ്ട്. എൻ്റെ പൊന്നോ, അപ്പോൾ ഒരു രസമാണ്. എല്ലാവരും അയച്ചു കഴിഞ്ഞാൽ ഒരു ഫീൽ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. എടുക്കാൻ പണി നല്ലോണം ഉണ്ടെങ്കിലും ആ ലാസ്റ്റ് കാശും കെട്ടി എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ഒരു അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ടാകുമ്പോൾ ആ ഫീല് നല്ല സമാധാനമാണ്. പിറ്റേന്നേക്കുള്ള പണിയെടുക്കാനുള്ള എനർജിയും കൂടിയാകുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ ഹാഫ് മൂണും പേക്കാക്കിയിട്ട് അവർക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ ബോക്സും പേക്കാക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ 3 ബോക്സിലാക്കിയിട്ട് ഇതും കൊടുത്തയക്കുന്നുണ്ട്. ഇതൊക്കെ പാക്കിംഗ് ആക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ നോമ്പ് കുറിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കൽ. എന്തെന്ന് ഉണ്ടാക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ആലോചിക്കുന്നത് പോലും ഇതൊക്കെ കൊടുത്തിട്ട് മനസ്സമാധാനത്തോടു കൂടിയാണ്. അപ്പോൾ എന്തെന്നാ മനസ്സിൽ വരുന്നത് അപ്പോൾ അത് വേഗം ഉണ്ടാക്കിയെടുക്കും. അങ്ങനെയാണ് നമുക്കും നോമ്പ് കുറിക്കാൻ ഉണ്ടാക്കൽ. ഞാനിങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടിടുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക് ഞാൻ കാരണം ഒരു മോട്ടിവേഷൻ ആയാൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരുപാട് പേരുണ്ടാവും ഇതൊക്കെ ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടും ഇതെങ്ങനെ ചെയ്യലെന്ന് അറിയാണ്ടിരിക്കുന്നവർ. അവർക്ക് ചിലപ്പോൾ ജീവിക്കാനുള്ള ഒരു വക പോലും ഉണ്ടാകില്ല. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, എനിക്കങ്ങനെ ജീവിക്കാനുള്ള വകയില്ലാണ്ടൊന്നുമില്ല. അത്യാവശ്യം ജീവിക്കേണ്ട വരുമാനമൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അതിന് കൂടി ഒരു കൈത്താങ്ങെന്നുള്ള നിലക്ക് പിന്നെ എൻ്റെ ഒരു പാഷനും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് നിൽക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.